മൂന്നാം ഊഴത്തിലും ലോകരാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ബ്രൂണൈ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത്. 3 ദിവസത്തെ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളുമായും സുപ്രധാന മേഖലകളിൽ സഹകരണത്തിന് ധാരണയായി. ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യ ബ്രൂണൈ ബന്ധം ശക്തിപ്പെടുത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ 40 വർഷമായുള്ള നയതന്ത്ര ബന്ധം പുതുക്കുകയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനം നടത്തിയത്. ബ്രൂണൈയുടെ ഭരണാധികാരിയായ ഹസനുൽ ബോൽക്കിയയുടെ ക്ഷണപ്രകാരമായിരുന്നു മോദിയുടെ സന്ദർശനം. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ട പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ഊർജം, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ശേഷി വികസനം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നേതാക്കൾ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ICT, ഫിൻടെക്, സൈബർ സുരക്ഷ, പുതിയതും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾ, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകൾ അനാവരണം ചെയ്യാനും സഹകരണം തുടരാനും ധാരണയായി. പ്രധാനമന്ത്രിയും സുൽത്താനും പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറി. ബ്രൂണൈ വാർത്തകളിൽ നിറയുന്നത് ഇതാദ്യമായല്ല. ലോകത്തിന് എന്നും കൗതുകമുണർത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ബ്രൂണൈ. ആഡംബരത്തിന്റെ മറുവാക്കായി അറിയപ്പെടുന്ന ഭരണാധികാരിയും കൊട്ടാരവും ആർഭാട ജീവിത രീതികളും എക്കാലവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. എഴുപത്തിയേഴുകാരനായ ഹസനുൽ ബോൽക്കിയയാണ് ബ്രൂണൈയിലെ സുൽത്താൻ. 57 വർഷമായി ബ്രൂണൈ ഭരിക്കുന്ന ഹസനുൽ ബോൽക്കിയ ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരണാധികാരിയായ രാജാവ് കൂടിയാണ്. 1967 ഒക്ടോബർ 4 ഇദ്ദേഹം സുൽത്താനായി സ്ഥാനമേറ്റത്. 1984 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പ്രധാനമന്ത്രി സ്ഥാനവും അദ്ദേഹം വഹിക്കുന്നു. ധനമന്ത്രി, വിദേശകാര്യമന്ത്രി, സായുധ സേനയുടെ കമാൻഡർ, പോലീസ് മേധാവി, പെട്രോളിയം യൂണിറ്റ് മേധാവി, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ഇസ്ലാം മതകാര്യ സമിതി പരമോന്നത തലവൻ, ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് തലവൻ എന്നീ പദവികളെല്ലാം വഹിക്കുന്നതും ബോൽക്കിയ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ധനികനായ ഭരണാധികാരികളിൽ ഒരാളാണ് ഹസനുൽ ബോൽക്കിയ. 1980കളിലും 90കളിലും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് മറികടക്കുന്നതുവരെ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ബോൽക്കിയുടെ വരുമാനം $30 ബില്യൺ ആണെന്നാണ് റിപ്പോർട്ടുകൾ. 2008 ഫോബ്സ് മാസികയുടെ കണക്ക് പ്രകാരം ബോൽക്കിയയുടെ ആസ്തി 1.4 ലക്ഷം കോടി രൂപയായിരുന്നു. അത്യാഡംബര ജീവിത രീതി പിന്തുടരുന്ന സുൽത്താൻ ഹസനുൽ ബോൽക്കിയ 2550 കോടി രൂപയിലധികം വില വരുന്ന കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. 2 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഇസ്താന നൂറുൽ ഇമാൻ എന്ന ഈ കൊട്ടാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരമായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. 788 മുറികളും 257 ബാത്റൂമുകളും 5000 അതിഥികളെ ഉൾക്കൊള്ളാവുന്ന സ്വീകരണ ഹാളും കൊട്ടാരത്തിലുണ്ട്. 1500 വിശ്വാസികൾക്ക് ഒരേ സമയം ആരാധന നടത്താവുന്ന പള്ളിയും കൊട്ടാരത്തിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ താഴികക്കുടത്തിൽ 22 കാരറ്റ് സ്വർണം പൂശിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ വെളിച്ചത്തിന്റെ കൊട്ടാരം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന് $1.4 ബില്യൺ, അതായത് ഏകദേശം 12,000 കോടി രൂപ ചെലവായതാണ് റിപ്പോർട്ടുകൾ. 1981 സുൽത്താൻ ഹസനുൽ ബോൽക്കിയ തന്നെയാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 84 നിർമ്മാണം പൂർത്തിയായി. സുൽത്താൻ കുടിക്കുന്ന ചായയ്ക്ക് പോലും മോഹവിലയാണ്. ഡാർജിലിംഗിലെ പ്രത്യേക തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക തേയില കൊണ്ടുള്ള ചായയാണ് അദ്ദേഹം കുടിക്കുന്നത്. ഇതിന്റെ വില 1 കിലോയ്ക്ക് 1 ലക്ഷത്തോളം രൂപയാണ്. എന്തിനധികം, മുടിവെട്ടാൻ പോലും ബോൽക്കിയ ഏകദേശം 15 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാഹനപ്രേമിയായ ബോൽക്കിയയ്ക്ക് ആഡംബര കാറുകളുടെ ഒരു വൻ ശേഖരം തന്നെ സ്വന്തമായിട്ടുണ്ട്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 7000 കാറുകളാണ് ബോൽക്കിയയുടെ പക്കലുള്ളത്. സ്വർണം പൂശിയ ഒരെണ്ണം ഉൾപ്പെടെ 600 റോൾസ് റോയ്സ് കാറുകൾ, 450 ഫെറാറി കാറുകൾ, 380 ബെന്റ്ലികളും ഇതിൽ ഉൾപ്പെടുന്നു. അപൂർവം കാറുകളായ ലംബോർഗിനി യുറാക്കോയും ഫെറാറി 456 GT വെനീസ്, പോർഷെ 959 എന്നിവയും
വാഹന ശേഖരത്തിലുണ്ട്. 90കളിൽ റോൾസ് റോയ്സ് പുറത്തിറക്കിയ പകുതിയോളം കാറുകളും സ്വന്തമാക്കിയത് ബ്രൂണൈ സുൽത്താന്റെ കുടുംബമായിരുന്നു. അത്യാഡംബര പ്രൈവറ്റ് ജെറ്റുകളും ബോൽക്കിയയ്ക്ക് സ്വന്തമായുണ്ട്. പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു ബോയിങ് 747 വിമാനത്തിലാണ് ബോൽക്കിയ ലോകം ചുറ്റുന്നത്. 3000 കോടി രൂപ മുടക്കി വാങ്ങിയ ഈ വിമാനത്തിന് പറക്കും കൊട്ടാരമെന്നാണ് വിളിപ്പേര്. സ്വർണ്ണ വാഷ് ബേസിൻ ഉൾപ്പെടെ സ്വർണ്ണത്തിൽ തീർത്ത നിരവധി ആഡംബര വസ്തുക്കൾ ഈ വിമാനത്തിലുണ്ടെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 30 ബംഗാൾ കടുവകളും ഫാൽക്കണുകളും ഫ്ലെമിംഗോകളും ഉൾപ്പെടെയുള്ള ഒരു സ്വകാര്യ മൃഗശാലയും ബോൽക്കിയയ്ക്ക് സ്വന്തമായുണ്ട്. എണ്ണശേഖരവും പ്രകൃതിവാതകവുമാണ് ബ്രൂണൈയുടെ വരുമാന സ്രോതസ്സുകളിൽ മുന്നിൽ നിൽക്കുന്നത്. ലോകത്തിലെ സമ്പന്നരിൽ ഒരാളാക്കി ബോൽക്കിയയെ മാറ്റിയതിന് പിന്നിൽ എണ്ണ കയറ്റുമതി തന്നെയാണ്. 1929 ശേഷം എണ്ണ ഖനനം ചെയ്തതിനു ശേഷമാണ് ഈ രാജ്യം പുരോഗതിയിലേക്ക് കുതിച്ചത്. ബ്രൂണൈയിലെ എണ്ണ, പ്രകൃതിവാതക വിഭവങ്ങളുടെ സമ്പന്നത പ്രധാനമന്ത്രിയുടെ ബ്രൂണൈ സന്ദർശനത്തിൽ നിർണായകമാകുന്നുണ്ട്. ബ്രൂണൈയുമായി ഇന്ത്യയുടെ എണ്ണ ഇടപാട് ഉയർന്ന തലത്തിലെത്തിക്കാൻ ഈ സന്ദർശനം കൊണ്ടാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതോടെ ബ്രൂണൈയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏകദേശം നിലച്ച മട്ടാണ്. യുക്രൈൻ അധിനിവേശം തുടങ്ങിയത് മുതൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപയോക്താവ് ഇന്ത്യയായിരുന്നു. US ഉൾപ്പെടെ പ്രതിരോധവുമായി രംഗത്ത് വന്ന സമയത്തും ഇന്ത്യ മാത്രമാണ് എണ്ണ ലാഭത്തിൽ വാങ്ങിയത്. എന്നാൽ എണ്ണവില കൂടി വരുന്ന ഈ സമയത്ത് ലാഭത്തിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളെ കൂടി കണ്ടുവയ്ക്കേണ്ടതുണ്ട്. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ പട്ടികയിൽ അംഗമല്ലാത്തതിനാൽ കുറഞ്ഞ നിരക്കിൽ എണ്ണ വിൽക്കാൻ ബ്രൂണൈക്ക് ഒരു തടസ്സവുമില്ല എന്നതും നിർണായകമായ കാര്യമാണ്. ചൈനീസ് സ്വാധീനം വർദ്ധിക്കുന്ന ഈ സമയത്താണ് മോദിയുടെ ബ്രൂണൈ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ ബ്രൂണൈയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. ബ്രൂണൈയിൽ വിവിധ പദ്ധതികളിൽ ചൈന നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലും ബ്രൂണൈ സഹകരിക്കുന്നുണ്ട്. ബ്രൂണൈയിൽ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെയും പെട്രോളിയം റിഫൈനറികളുടെയും പ്രധാന നിക്ഷേപകരും ചൈനയാണ്. മറ്റ് ആസിയൻ രാജ്യങ്ങൾ പലതും ചൈനയെ അടുപ്പിക്കാതെ നിൽക്കുമ്പോൾ ബ്രൂണൈ മാത്രമാണ് ചൈനയുമായി അടുപ്പം നിലനിർത്തുന്നത്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം ശക്തിപ്പെടുത്തുന്നതാണ് പ്രധാനമന്ത്രിയുടെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനം. കിഴക്കൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുന്നത് ചൈനയെ തെല്ലൊന്നുമല്ല അലട്ടുന്നത്. കഴിഞ്ഞ വർഷം മേയിൽ പ്രധാനമന്ത്രി പസഫിക് ദ്വീപായ പാപ്പുവ ന്യൂഗിനിയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോഴത്തെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനം. ചൈനയുമായി സമുദ്രാതിർത്തി തർക്കം നിലനിൽക്കുന്ന ബ്രൂണൈയിൽ വെച്ച് തന്നെ ഇന്ത്യ പിന്താങ്ങുന്നത് ശാക്തിക വ്യാപനത്തെ അല്ലെന്നും സാമ്പത്തിക വികസനത്തെയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ബ്രൂണൈ സന്ദർശനം ശാക്തിക ഉദ്ദേശങ്ങളോടെ ആയിരുന്നെങ്കിൽ സിംഗപ്പൂർ സന്ദർശനത്തിന്റെ ഉദ്ദേശം സാമ്പത്തികമായിരുന്നു. ബ്രൂണൈയിലെ സന്ദർശനത്തിന് ശേഷം സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മികച്ച സ്വീകരണമാണ് സിംഗപ്പൂരിലെ ഇന്ത്യൻ സമൂഹം ഒരുക്കിയത്. സിംഗപ്പൂർ സന്ദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് സെമി കണ്ടക്ടർ രംഗത്ത് സഹകരിക്കാനുള്ള ധാരണാപത്രം ഒപ്പിട്ടതാണ്. ആഗോള സെമി കണ്ടക്ടർ നിർമ്മാണത്തിന്റെ 10% സിംഗപ്പൂരിലാണ്. ഇന്ത്യയിൽ സെമി കണ്ടക്ടർ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനും നിക്ഷേപം നടത്താനും വഴിയൊരുക്കുകയാണ് ധാരണാപത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നൈപുണ്യ വികസനം, സാങ്കേതിക വിദ്യ, ആരോഗ്യ സംരക്ഷണം, AI തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ സഹകരണം, ഇന്ത്യ സിംഗപ്പൂർ സെമി കണ്ടക്ടർ ഇക്കോസിസ്റ്റം പങ്കാളിത്തം, ആരോഗ്യ മേഖലയിലെ സഹകരണം, നൈപുണ്യ വികസനവും വിദ്യാഭ്യാസ സഹകരണവും എന്നിങ്ങനെ പ്രധാനപ്പെട്ട 4 ധാരണാപത്രങ്ങളാണ് ഒപ്പിട്ടത്. സിംഗപ്പൂരിലെ പ്രമുഖ കമ്പനികളുടെ CEOമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവർ ഉറപ്പും നൽകി. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ തിരുവള്ളുവർ കൾച്ചറൽ സെന്റർ സിംഗപ്പൂരിൽ ഉടൻ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. മഹാനായ തിരുവള്ളുവർ തമിഴിൽ ലോകത്തിന് വഴികാട്ടിയായ നിരവധി ചിന്തകൾ നൽകിയിട്ടുണ്ടെന്നും തിരുക്കുറലിലെ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദത്തിന് ഒരു കാരണവശാലും ന്യായീകരണമില്ലെന്നും ഭാരതം സിംഗപ്പൂർ സംയുക്ത പ്രസ്താവനയിറക്കി. ലോകസമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് ഭീകരവാദം.
ഇതിനെ പ്രതിരോധിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കാനും ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോക്കുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്.